തിരുവാറന്മുളയപ്പന് തിരുവോണസദ്യയ്ക്കുള്ള വിഭവങ്ങൾ എത്തിക്കാൻ കോട്ടയം മങ്ങാട്ടിലത്തെ ഭട്ടതിരി പുറപ്പെട്ടു. മങ്ങാട്ടിലം അനൂപ് നാരായണ ഭട്ടതിരിക്കാണ് ഇത്തവണ തിരുവോണത്തോണിയേറാനുള്ള നിയോഗം. 3 നാൾ നീളുന്ന യാത്രയ്ക്കൊടുവിൽ തിരുവോണ നാളിലാണ് ഭട്ടതിരി ആറന്മുളയിൽ എത്തുക. തിരുവോണനാളിൽ ആറന്മുളയപ്പന് സദ്യയ്ക്കുള്ള വിഭവങ്ങൾ എത്തിക്കുന്ന തിരുവോണത്തോണിയുടെ അകമ്പടിത്തോണിയാണ് കോട്ടയം കുമാരനെല്ലൂരിൽ നിന്നും പുറപ്പെട്ടത്. തലമുറകളായി തുടരുന്ന ആചാരത്തിന് ഐതിഹ്യത്തിന്റെ പിൻബലവുമുണ്ട്. കുമാരനെല്ലൂരിൽ നിന്നും മീനച്ചിലാറ്റിലൂടെ ചുരുളൻവള്ളത്തിൽ കാട്ടൂരിലെത്തി അവിടെ നിന്നുമാണ് ഭട്ടതിരി തിരുവോണത്തോണിയേറുക. കഴിഞ്ഞ വർഷവും അനൂപ് നാരായണ ഭട്ടതിരിക്ക് തന്നെയായിരുന്നു ആറന്മുളയപ്പന് തിരുവോണ സദ്യയ്ക്ക് വേണ്ട വിഭവങ്ങൾ എത്തിക്കാൻ നിയോഗം. വലിയൊരു നിയോഗമാണ്. അങ്ങേറ്റം സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ യാത്രയാണ് എപ്പോഴും പരമപ്രധാനമായിട്ട് എല്ലാവരും കാണുന്നത്. അപ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും മുടങ്ങാതെ മൂലത്തിന് തലേന്നാൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവോണമില്ല. തിരുവോണത്തിന് അന്ന് കുടുംബത്തിലെ കാരണവർ ഇവിടെ ഇല്ല. അപ്പോൾ മൂലം നാളാണ് ശരിക്കും ഞങ്ങൾ തിരുവോണമായിട്ട് തന്നെ ആഘോഷിക്കുന്നത്. ആദ്യ ദിവസം ചക്കുളത്തുകാവിൽ വിശ്രമിച്ച ശേഷം 2ാം ദിനം പമ്പയാറ്റിലൂടെ കാട്ടൂരിലെത്തും. ഉത്രാട ദിനത്തിൽ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉച്ചപൂജയിൽ പങ്കെടുക്കും. ഉത്രാട സന്ധ്യയ്ക്ക് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്നും ഓണവിഭവങ്ങളും ദീപവുമായി തിരുവോണത്തോണി പുറപ്പെടും. കാട്ടൂരിൽ നിന്ന് 18 കരക്കാരുടെ പ്രതിനിധികൾ തോണിയിലുണ്ടാകും. കുമാരനെല്ലൂരിൽ നിന്നുള്ള വള്ളം അകമ്പടിയായി മാറും. സെപ്റ്റംബർ 5-ന് തിരുവോണനാളിൽ പുലർച്ചെ ആറന്മുള മധുകടവിൽ തോണിയെത്തും. തിരുവോണത്തോണിയിൽ എത്തിക്കുന്ന വിഭവങ്ങൾ കൂടി ചേർത്താണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യ ഒരുക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.